കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വലിയ ശ്രമങ്ങൾ നടത്തുന്ന കോൺഗ്രസിലെ ചില പുഴുക്കുത്തുകളുണ്ട്. അവർക്ക് വലിയ ജനകീയതയൊന്നുമില്ല. കൊടിക്കുന്നിൽ സുരേഷിനെ പോലുള്ളവർക്ക് വലിയ അതിമോഹമാണ് ഉള്ളത്. കൊടിക്കുന്നിലിന് മാത്രമല്ല, ആന്റണിക്കും വലിയ അതിമോഹമാണ്. ഇവരെല്ലാം തന്നെ തുടർച്ചയായി വീണ്ടും വീണ്ടും പാർലമെന്റിൽ ജയിക്കുന്നത് ഇവരുടെ വ്യക്തിപരമായ കഴിവുകൊണ്ടൊന്നുമല്ല. കൃത്യമായി കോൺഗ്രസ് അനുകൂല സാഹചര്യം കേരളത്തിലെമ്പാടും നിലനിൽക്കുമ്പോൾ ആ തരംഗത്തിൻ്റെ ഇടയിൽ ജയിച്ചു പോകുന്നതാണ്. വാസ്തവത്തിൽ ആന്റണിയൊക്കെ പത്തനംതിട്ടയിൽ നിരങ്ങിയാണ് ജയിക്കുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് ഇത്തവണ മാവേലിക്കരയിൽ അവസാന ഘട്ടത്തിലാണ് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കയറിയത്. ഇവരൊക്കെ ആർത്തി തീരാത്തവരാണ്. ഓരോ സാഹചര്യങ്ങൾ അനുകൂലമായി ഭവിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തുകയാണ്. കോൺഗ്രസിൽ ഒരു ദളിതൻ അധ്യക്ഷനായാൽ എന്താ കുഴപ്പം എന്നാണ് കൊടിക്കുന്നിൽ ചോദിക്കുന്നത്. കോൺഗ്രസിൽ ഒരു കത്തോലിക്കക്കാരൻ അധ്യക്ഷനായാൽ എന്താ കുഴപ്പം എന്ന രീതിയിൽ അണികളെ നിർത്തി ആന്റണിയും ശ്രമം നടത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ ശ്രമം എന്താണ്? സംസ്ഥാന തലത്തിൽ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറല്ല എന്ന AICCയുടെ നിഗമനമാണ് ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കെ മുരളീധരൻ പറഞ്ഞതുപോലെ ഫോട്ടോ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം സംസ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഒരാൾ. രമേശ് ചെന്നിത്തലയോ കെ മുരളീധരനോ ഒക്കെയാണ് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതെങ്കിൽ ആർക്കും പരാതിയില്ല. കാരണം അവരെ എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ളവരെ എല്ലാം തന്നെ അവരെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുമുണ്ട്. എന്നാൽ പല സ്ഥാനാർത്ഥികളും ജാതിമത രാഷ്ട്രീയത്തിൻ്റെ പേരും പറഞ്ഞ് വലിയ റോള് കളിക്കാൻ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ അല്പത്തരം പൊടിഞ്ഞു വീഴുന്നത്. കെ സുധാകരൻ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാവായതുകൊണ്ട് ഇനി അങ്ങോട്ട് വേണ്ട. കഴിഞ്ഞ 3 തവണയും VM സുധീരനായിരുന്നാലും മുല്ലപ്പള്ളി രാമചന്ദ്രനായിരുന്നാലും കെ സുധാകരനായിരുന്നാലും ഈഴവരായല്ലോ. ഈഴവർക്ക് കാര്യമായ പ്രസക്തിയൊന്നും കോൺഗ്രസിൽ കൊടുക്കണ്ട, കാരണം ഈഴവരുടെ വോട്ടൊന്നും അധികമൊന്നും കോൺഗ്രസിന് കിട്ടുന്നില്ല. ഈ തരത്തിലാണ് ടോക്ക് പോകുന്നത്. ഇത് തെറ്റായൊരു സന്ദേശമാണ്. കെ സുധാകരനെ കണ്ണൂരിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത് ഈഴവരൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രുവായ പിണറായി വിജയൻ ഈഴവനാണ്. പിണറായി വിജയനോട് നേർക്ക് നേർ നിന്ന് ജീവൻ മരണ പോരാട്ടമാണ് കെ സുധാകരൻ നടത്തിയിട്ടുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ജാതി രാഷ്ട്രീയം കളിച്ചാണ് കോൺഗ്രസ് ഇത്തരത്തിൽ നാമാവിശേഷമായിക്കൊണ്ടിരിക്കുന്നത്. CPIM എങ്ങനെയൊക്കെയാണ് ജാതി രാഷ്ട്രീയം കളിക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. അങ്ങനെ കളിക്കാൻ ശ്രമിച്ച് മദനിയെ കൊണ്ടുവന്ന് സഖ്യം ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ പൊട്ടിയിട്ടും ഉണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ PDPയുമായി കൈകോർക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ദുരനുഭവം അദ്ദേഹം മറന്നിട്ടൊന്നുമില്ല. ഇപ്പോഴിതാ MA ബേബിയും വലിയ ശ്രമം നടത്തുന്നുണ്ട്. ന്യൂനപക്ഷ പ്രീണനം എന്ന രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിൽ അത്തരത്തിൽ ന്യൂനപക്ഷ പ്രീണനമോ ഭൂരിപക്ഷ പ്രീണനമോ അത്തരത്തിലൊക്കെ ഒരു ടോക്കിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഈ പ്രസ്ഥാനം എങ്ങും എത്താതെ പോകും. CPIMൻ്റെ ഇപ്പോഴത്തെ ശക്തി എന്നത് BJPയുടെ വളർച്ച തന്നെയാണ്. BJPയുടെ വോട്ട് കച്ചവടം കൊണ്ടാണ് CPIM 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് കയറിയത്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയായിരിക്കണം 2026 എന്നാണ് CPIM വ്യാമോഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യാമോഹത്തിന് ചിറക് നൽകുന്നത് ഇത്തരത്തിൽ പുഴുക്കുത്തുകളായി കള്ള നാണയങ്ങളായി നിൽക്കുന്നവരാണ്. അവർ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കിക്കോട്ടെ, പക്ഷെ അത് പാർട്ടിയുടെ ലേബലിൽ കൂടുതൽ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുമ്പോൾ അത് പ്രവർത്തകരുടെ വൈകാരികതയെ ബാധിക്കുകയാണ്. കണ്ണൂരിൽ ഏതൊരു സാധാരണക്കാരനും വികാരം പോലെ പറയുന്ന പേരാണ് കെ സുധാകരൻ. എന്തുകൊണ്ടെന്നാൽ CPIMൻ്റെ അക്രമ രാഷ്ട്രീയത്തെ രാമകൃഷ്ണന് ശേഷം ഇത്രയും ശക്തമായി എതിർത്ത ഒരു നേതാവ് കണ്ണൂരിൽ ഇല്ല. ഇപ്പോഴും CPIMന് സുധാകരൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ മുട്ടിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.